താൽക്കാലികമോ സ്ഥിരമോ ആയ പുനരധിവാസ പദ്ധതിയില്ലാതെ വിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിത വീടും സ്ഥലവും കച്ചവട സ്ഥാപനങ്ങളും നഷ്ടമായവർക്ക് സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചില്ല. വാടക വീടുകളിലേക്ക് മാറിയവർക്ക് വാടക തുകയും സർക്കാർ നൽകിയില്ല. വാടക പോലും നൽകാനാവാതെ പെരുവഴിയിലാണ് വിലങ്ങാട്ടെ ദുരിതബാധിതർ. കഴിഞ്ഞ 30-നാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടാകുന്നത്. നേരത്തെ സൂചന ലഭിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ മാറി താമസിച്ചതിനാൽ ഒരു ജീവൻ മാത്രമാണ് നഷ്ടമായത്. ആദ്യം ആ ചെടി കൂടെ ഒരു ഉരുള് വന്നു. അതിന് ശബ്ദം കേട്ടോണ്ട് 2-3 വീട്ടുകാർ ഉറക്കം തെളിഞ്ഞു. അവരാണ് മറ്റുള്ളവരെല്ലാം വിളിച്ചറിയിച്ച് ആൾ മാറാനുള്ള സാധ്യത ഉണ്ടായത്. അല്ലെങ്കിൽ ഇവിടെ കുറഞ്ഞതൊരു 200 പേരെങ്കിലും ഈ അപകടത്തിൽ പെടേണ്ടതാണ്. ദുരന്തത്തിൽ 18 വീടുകൾ പൂർണ്ണമായും തകരുകയും 112 വീടുകൾ താമസയോഗ്യമല്ലാതാവുകയും ചെയ്തു. കൂടാതെ കടകളും ഏക്കറുകളോളം കൃഷിയിടങ്ങളും നശിച്ചു. വീട് പോയവരും അവരുടെ കാര്യങ്ങളിലെ ഒരു ഭാഗത്ത്, പക്ഷേ കാർഷിക മേഖലയിൽ അതിഭയങ്കരമായ നഷ്ടമാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ശരിക്ക് ഒരു ഗവൺമെൻറ്റിൻ്റെ തലത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെയുള്ള ആൾക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ബാങ്ക് ഘടകങ്ങളെക്കുറിച്ചൊന്നും ഒരു വലിയ ഭയാശങ്കകളുണ്ട്. ദുരന്തമുണ്ടായി 1 മാസമാകാറായിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വീട് തകർന്നവർ ക്യാമ്പിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറിയെങ്കിലും വാടക കൊടുക്കാനുള്ള പണം പോലും കണ്ടെത്താനായിട്ടില്ല. ഈ ഉദ്യോഗസ്ഥന്മാർ നമ്മളെ കാണാത്താണോ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല എന്ന് നമുക്കറിയത്തില്ല. കൃത്യം 1 മാസം 1 മണിക്കൂർ കൊണ്ട് ഞങ്ങളുടെ കൈകളിൽ ഒരു സാമ്പത്തിക സഹായം എത്തിച്ചു തരാൻ സർക്കാർ ഉദ്ദേശിച്ചാൽ സാധിക്കും. പക്ഷേ നമുക്കത് കിട്ടുന്നില്ല. ഇപ്പോൾ 28 ദിവസമായി ഞങ്ങൾ അങ്ങേയറ്റം ദുരിതത്തിലാണുള്ളത്. നമ്മളൊക്കെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ഈ ഉരുളൊറ്റ സമയത്ത് അങ്ങ് പോയാൽ മതി. ചില സമയത്ത് അങ്ങനെ ആലോചിക്കും. ഇനിയിപ്പം വലിയ വെള്ളം വരുന്ന സമയത്ത് എടുത്ത് ചാടാൻ പോകും. അല്ലാണ്ട് എന്താ ചെയ്യുന്നത്? നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തു വരികയാണെന്നാണ് ദുരന്ത മേഖല സന്ദർശിച്ച EK വിജയൻ MLA പറയുന്നത്. നഷ്ടപരിഹാരം ഇതുവരെ കൊടുത്തിട്ടില്ല. തീർച്ചയായും ഈ പറഞ്ഞ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അത് തയ്യാറാക്കാൻ കഴിയൂ എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നത്. ഉടനടി ഒരു സഹായം എന്ന നിലയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ പൂർണ്ണമായും വീട് പോയവർ തുടങ്ങിയവരുടെ കണക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തതിനു ശേഷം സ്റ്റഡി നടത്തിയതിനു ശേഷമാണ് അതിലേക്ക് കടക്കുന്നത്. പുനരധിവാസത്തിനും താത്കാലിക ധനസഹായത്തിനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് വിലങ്ങാടുകാരുടെ ആവശ്യം. ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടമായവരാണ് വിലങ്ങാടുകാരും. ഇവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ വയനാടിനെ പോലെ ഇവരെയും ജനങ്ങളും സർക്കാരും ചേർത്ത് പിടിക്കണം. സഞ്ജു പൊറ്റമ്മലിനൊപ്പം ലിഡിയ ജേക്കബ്, മീഡിയ 1.